ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ശനിയാഴ്ച പരുമലപ്പള്ളി പോകാമെന്ന് വിചാരിച്ചു. കാരണം ഫാദറിൻ്റെ ഓർമ്മയായിരുന്നു ജൂൺ 8-ാം തീയതി. അപ്പം നാളെ ഞായറാഴ്ചയല്ലേ, അപ്പം ഓർമ്മ ദിവസം കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച വരുന്നതുകൊണ്ട് ഒരാഗ്രഹം പെട്ടെന്ന്. അപ്പോൾ പരുമലയിലൊന്ന് പോയി പപ്പയുടെ പേരെല്ലാം എഴുതി കൊടുത്ത് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ എല്ലാം പേരൊക്കെ എഴുതി കൊടുത്ത് ഓർമ്മ കുർബാന നടത്തി. അങ്ങനെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് രാവിലെ ലെഗ് ഡേ ആയിരുന്നു. ലെഗ് ഡേ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല കാലിന് രണ്ടും നല്ല വേദനയുണ്ട്. എങ്കിൽ പോലും മുട്ട് മുടക്കാതെ ഞാനില്ല മമ്മൂട്ടി കളിച്ചൊക്കെ നടന്നു. അങ്ങനെ മമ്മൂട്ടി കളിച്ചൊക്കെ നടന്ന് ഇങ്ങനെ പോകാനുള്ള ഒരുക്കങ്ങളാണ്. ഞാനുണ്ട്, വല്യമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്, പിന്നെ സൗമ്യാജിയുണ്ട്, 2 പിള്ളേരുമുണ്ട്. അപ്പോൾ സൗമ്യാജി നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു, സൗമ്യാജി സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ എടുത്താൽ മതി, അത്യാവശ്യം ഉള്ള ഒരു ഡയപ്പറും ഒരു ജോഡി ഡ്രസ്സും പിന്നെ എന്താ പറയുക കൊച്ചിന് വേണ്ട പാലും മാത്രം എടുത്താൽ മതി, കൂടുതലൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പരുമലയിലെത്തി. പരുമല അപ്പച്ചൻ്റെ അടുത്ത് നിന്നാൽ പിന്നെ ഇനിയിപ്പം എല്ലാവരെയും അങ്ങനെ വളരെ ഓരോന്നായിട്ട് വണ്ടിയിൽ നിന്ന് ഇറക്കി കഴിഞ്ഞിട്ട് നേരെ മെഴുകുതിരി മേടിക്കാനായിട്ട് നമ്മളങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ മെഴുകുതിരി മേടിക്കാൻ അവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. അപ്പോൾ മെഴുകുതിരിക്ക് വലിയ മെഴുകുതിരിക്ക് 100, 200, 500 അങ്ങനെ 3 ഗണത്തിലായിട്ടാണ് മെഴുകുതിരി ഉള്ളത്. അപ്പോൾ എന്തായാലും 2 മെഴുകുതിരി മേടിച്ചു. അങ്ങനെ അപ്പച്ചൻ്റെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞ് കത്തിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ എന്തായാലും ഈ ദിവസങ്ങളിൽ വരുന്നത് കൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു, അത്ര വലിയ തിരക്കില്ലായിരുന്നു. എന്തായാലും കാര്യങ്ങളെല്ലാം പറയാനുള്ളതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചും എൻ്റെ ഫോളോവേഴ്സിനെക്കുറിച്ചും സബ്സ്ക്രൈബേഴ്സിനെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ആർക്കും ഒരു കുഴപ്പവും വരുന്നുണ്ട്. അങ്ങനെ തിരുമേനിയുടെ ഫോട്ടോ എടുത്ത് ആദ്യത്തെ മെഴുകുതിരി കത്തിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമതെത്തി. മൂന്നാമത് നമ്മൾ അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തെത്തി. അവിടെയും നല്ലതുപോലെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് തിരുമേനി കിടന്ന കട്ടിലിൻ്റെ അടുത്തെത്തി. അവിടെയും പ്രാർത്ഥിച്ചു. അവിടെ നേർച്ചയായിട്ട് നമ്മുടെ അരി ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ പള്ളിയിലേക്ക് വന്നു. പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ആളുകളില്ല, എന്നാലൊട്ട് ആളുകളും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഒരു മരണമുണ്ടായിരുന്നു. അതിൻ്റെ അടക്ക ശുശ്രൂഷ നടത്താനുള്ള തുടക്കമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഓർമ്മ കുർബാനയ്ക്കും മറ്റുള്ള കുർബാനയ്ക്കുമുള്ള നേർച്ച കാഴ്ചകളെല്ലാം കൊടുത്തു. പിന്നെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു. പിന്നെ സെറാഫി ബായും സച്ചു ബായും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ടീമുകളൊക്കെ ഇച്ചിരി ഇളകി നടക്കുന്ന ടീമുകളാണല്ലോ. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി 2 ഹോട്ടലിൽ കയറി ഇരുന്നു. പക്ഷേ അവിടുന്ന് സമയത്ത് കിട്ടാത്തത് കാരണം കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും 3ാമത്തെ ഹോട്ടലായ നമ്മളുടെ സ്ഥിരം വരുന്ന പന്തളം ഷൈൻസിൽ കയറി. ഷൈൻസിൽ പക്ഷേ ഈ പ്രാവശ്യം കിട്ടിയ ഫുഡ് അത്ര പോരായിരുന്നു. കാരണം ചോറ് ഇച്ചിരി വെന്ത് പോയായിരുന്നു. ഞാനും സൗമ്യാജിയും കഴിച്ചത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ മമ്മിയും 2 പേരും മീൽസാണ് എടുത്തത്. പക്ഷേ ചോറ് ഇച്ചിരി വെന്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാം ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പലതവണ ഈ വഴിയിലൂടെയൊക്കെ വരുമ്പോഴത്തേക്കും ഉച്ച സമയമെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് സെറ്റൊക്കെ ആയി കഴിഞ്ഞപ്പം സെറാഫിക്ക് ചെറിയ വാശികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു കമ്പ് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു.